ഒക്ടോബർ 6, 2025 ഡൽഹി ഗാന്ധി വിഹാർ. രാംകേഷ് മീന എന്ന 32-കാരന്റെ ഫ്ളാറ്റിലേക്ക് രാത്രി 3 മണിയോടെ മുഖംമൂടി ധരിച്ച 3 പേർ എത്തുന്നു. അവർ അയാളെ കസേരയിൽ കെട്ടിയിട്ട ശേഷം ഫോൺ ചാർജിംഗ് വയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. ശേഷം അതൊരു ആക്സിഡന്റായി ചിത്രീകരിക്കാൻ ഗ്യാസ് സിലിണ്ടർ വാൾവ് തുറന്ന് തീ കൊളുത്തുന്നു. ആരാണ് രാംകേഷ് മീന? ആരാണ് അയാളെ കൊലപ്പെടുത്തിയത്? ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്താൻ മാത്രം എന്തു കുറ്റമാണ് രാംകേഷ് മീന ചെയ്തത്? ഇതാണ് ഡൽഹിയെ തന്നെ ഞെട്ടിച്ച 32 വയസ്സുകാരനായ UPSC ആസ്പിരന്റ് രാംകേഷ് മീനയുടെ കൊലപാതക കഥ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി രാംകേഷ് മീന മർഡർ കേസ്. വെൽക്കം ടു ദി ചാനൽ. ഈ കഥ ആരംഭിക്കുന്നത് മെയ് 2025 നോയിഡയിലാണ്. BSc ഫോറൻസിക് സ്റ്റുഡൻ്റായ 21 വയസ്സുകാരി അമൃത ചൗഹാൻ നോയിഡയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അവിചാരിതമായി തന്നെക്കാൾ 11 വയസ്സ് കൂടുതലുള്ള UPSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന രാംകേഷ് മീനയെ പരിചയപ്പെടുന്നു. അമൃതയാണെങ്കിൽ കാണാൻ സുന്ദരി. രാംകേഷ് അവളിൽ ആകൃഷ്ടനാകുന്നു. അവർ തമ്മിൽ സംസാരിച്ചു, ഫോൺ നമ്പറുകൾ കൈമാറി. പെട്ടെന്ന് തന്നെ അവർ സുഹൃത്തുക്കളും അധികം വൈകാതെ കമിതാക്കളുമായി മാറി. ഓഗസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഗാന്ധി വിഹാറിലുള്ള രാംകേഷിൻ്റെ ഫ്ലാറ്റിൽ ലിവിംഗ് ടുഗദർ ആരംഭിച്ചു. ഇതുവരെ എല്ലാം വളരെ നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതിനിടെ രാംകേഷ് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഫോട്ടോസും വീഡിയോസുമായി റെക്കോർഡ് ചെയ്ത് ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ഇത് തൻ്റെ സമ്മതത്തോടെയല്ല എന്നാണ് പിന്നീട് അമൃത പോലീസിന് കൊടുത്ത മൊഴി. ഇത്തരത്തിൽ തൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അമൃത അയാളോട് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ രാംകേഷ് അത് തന്ത്രപരമായി നേരിടുന്നു. താൻ ഇത് ആരെയും കാണിക്കില്ല, ആർക്കുമായി ഷെയർ ചെയ്യില്ല എന്ന് അയാൾ ഉറപ്പു നൽകുന്നു. പക്ഷേ പിന്നീട് ഇതിനെ തുടർന്ന് അവർ തമ്മിൽ വഴക്കുകൾ സ്ഥിരമാകുന്നു. ഒരിക്കൽ അമൃത വഴക്കിട്ടതിനെ തുടർന്ന് പ്രകോപിതനായ രാംകേഷ് അമൃതയുടെ മുന്നിൽ വെച്ച് തന്നെ അത് അവൾക്ക് തന്നെ അയച്ചു കൊടുക്കുന്നു. അവളെ ഭീഷണിപ്പെടുത്തുന്നു. രാംകേഷിൻ്റെ ഈ പ്രവൃത്തി അമൃതയിൽ വല്ലാത്തൊരു ഭയം ജനിപ്പിക്കുന്നു. ഇതാണ് പിന്നീട് രാംകേഷിൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുന്നത്. രാംകേഷിൻ്റെ ഭീഷണിയിൽ ഭയപ്പെട്ട അമൃത തൻ്റെ സ്വദേശമായ മുറാദാബാദിലേക്കാണ് പോകുന്നത്. അവളുടെ വിഷമങ്ങൾ കേൾക്കാൻ മുൻ കാമുകനായ സുമിത് കശ്യപ് അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. എല്ലാം കേട്ട ശേഷം സുമിത് അവളെ സഹായിക്കാമെന്ന് ഉറപ്പു നൽകുന്നു. അതിനായി അവർ ഒരു പ്ലാൻ തയ്യാറാക്കി, ഒരു റോബറി. സഹായത്തിനായി സുമിത്തിൻ്റെ സുഹൃത്തായ സന്ദീപ് കുമാറിൻ്റെ സഹായം തേടുന്നു. അവരുടെ പ്ലാൻ ഇങ്ങനെയാണ്. മോഷ്ടാക്കളുടെ രൂപത്തിൽ മൂവരും രാംകേഷിൻ്റെ ഫ്ലാറ്റിലെത്തുന്നു. ഹാർഡ് ഡിസ്ക് കൈക്കലാക്കുന്നു, അവിടെ നിന്ന് പോകുന്നു. ഒരു സിമ്പിൾ റോബറി പ്ലാൻ. ഇതിനായി സംഭവ ദിവസത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ മൂവരും ഡൽഹിയിലെത്തി. ശേഷം അമൃത ഒക്ടോബർ 5 രാംകേഷിൻ്റെ ഫ്ലാറ്റിലെത്തുന്നു. ഇവിടെ നിന്നാണ് കാര്യങ്ങളുടെ ഗതി മാറുന്നത്. അവരുടെ ആദ്യത്തെ പ്ലാൻ റോബറി ആയിരുന്നല്ലോ. അപ്പോൾ അമൃത ആ ഹാർഡ് ഡിസ്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. ശേഷം സുമിത്തും സന്ദീപും രാത്രിയിൽ കള്ളന്മാരുടെ രൂപത്തിലെത്തി അത് അവിടെ നിന്ന് മോഷ്ടിക്കുന്നു. അത്തരത്തിൽ രാംകേഷ് ഒരിക്കലും അമൃതയെ സംശയിക്കില്ല. ഇതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അമൃത എത്ര തന്നെ തിരഞ്ഞിട്ടും ആ ഫ്ലാറ്റിൽ നിന്ന് ആ ഹാർഡ് ഡിസ്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അത് രാംകേഷ് തന്ത്രപരമായി ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് അമൃത ഉറപ്പിക്കുന്നു. ഇത്തരത്തിൽ മോഷണം എന്ന പ്ലാൻ കൊലപാതകത്തിലേക്ക് വഴിതിരിയുന്നു. പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 6 മൂവരും മാസ്ക് ധരിച്ച് രാംകേഷിൻ്റെ ഫ്ലാറ്റിലെത്തുന്നു. ഒരു കസേരയിൽ അയാളെ കെട്ടിയിടുന്നു. അവർ തമ്മിൽ ഹാർഡ് ഡിസ്കിനെ ചൊല്ലി വഴക്കുണ്ടാകുന്നു. എത്ര തന്നെ നിർബന്ധിച്ചിട്ടും ഹാർഡ് ഡിസ്ക് നൽകാൻ രാംകേഷ് തയ്യാറാവുന്നില്ല. തൻ്റെ ജീവന് പോലും നഷ്ടമാകും എന്നറിഞ്ഞിട്ടും രാംകേഷ് എന്തുകൊണ്ടായിരിക്കും ആ ഹാർഡ് ഡിസ്ക് നൽകാത്തതെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നില്ലേ? അതിൻ്റെ ഉത്തരം ആ ഹാർഡ് ഡിസ്കിനുള്ളിലാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് അടക്കാം. ഇപ്പോൾ ഇവിടെ രാംകേഷ് ശക്തമായി തന്നെ വിസമ്മതിക്കുകയാണ്. ഹാർഡ് ഡിസ്ക് കൊടുക്കില്ല എന്ന് അയാൾ തീർത്ത് പറയുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ സുമിത് ഒരു ഫോൺ ചാർജിംഗ് വയർ ഉപയോഗിച്ച് രാംകേഷിൻ്റെ കഴുത്ത് ഞെരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ രാംകേഷ് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും 3 പേർ അടങ്ങുന്ന സംഘത്തിൻ്റെ ശക്തിയെ അയാൾക്ക് തോൽപ്പിക്കാനാകുന്നില്ല. പതിയെ അയാൾ മരണത്തിന് കീഴടങ്ങുന്നു. ശേഷം സുമിത് കിച്ചണിൽ നിന്നും ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് രാംകേഷിൻ്റെ ബോഡിയുടെ അടുത്ത് വയ്ക്കുന്നു. അതിൻ്റെ നോബ് തുറക്കുന്നു. ഗ്യാസ് ആ മുറിക്കുള്ളിൽ നിറയാൻ തുടങ്ങി. ശേഷം സുമിത്തിൻ്റെ ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുന്നു. ഇത് ഒരു ആക്സിഡൻ്റായി ചിത്രീകരിക്കാൻ അവർ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട്. രാംകേഷിൻ്റെ ബോഡിയിൽ എണ്ണ, നെയ്, മദ്യം എന്നിവ ഒഴിക്കുന്നു. ബോഡി വേഗത്തിൽ കത്തിത്തീരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം ഡോറിൻ്റെ നെറ്റ് കമ്പി മുറിച്ച് അതിലൂടെ കൈ അകത്തേക്കിട്ട് റൂം അകത്തു നിന്ന് തന്നെ ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ അവർക്ക് സഹായമാകുന്നത് അവരുടെ പ്രൊഫഷൻസ് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമൃത ഒരു BSc ഫോറൻസിക് സ്റ്റുഡൻ്റാണ്. സുമിത് ഒരു ഗ്യാസ് സിലിണ്ടർ ഡീലറും. അതിലുപരി സന്ദീപ് പോലീസ് ലൈനിൻ്റെ കോൺട്രാക്ച്വൽ എംപ്ലോയി. ഇവർക്ക് 3 പേർക്കും
ഇക്കാര്യങ്ങളിൽ അസാമാന്യമായ വിവരമുണ്ട്. അതുതന്നെയാണ് അവർ ഈ മർഡറിനായി ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെ ഗൂഢാലോചനകൾ നടത്തിയിട്ടും അവരുടെ പ്ലാനുകളിൽ പല പിഴവുകൾ സംഭവിച്ചു. ഈ പിഴവുകളാണ് പിന്നീട് പോലീസിനെ അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഫ്ളാറ്റിന് തീയിട്ട ശേഷം മൂവരും അവിടെ നിന്ന് പോകുന്നു. സ്ഥലത്തേക്ക് ഫയർഫോഴ്സും പോലീസും എത്തിച്ചേരുന്നു. അവർക്ക് ആദ്യ നോട്ടത്തിൽ ഇതൊരു ഇലക്ട്രിക് ആക്സിഡന്റ് പോലെ തോന്നിക്കുന്നു. അവർ ആദ്യം കരുതുന്നത് റൂമിലെ AC-യിൽ നിന്നാണ് ആ എക്സ്പ്ലോഷൻ ഉണ്ടായത് എന്നാണ്. എന്നാൽ റൂം നന്നായി പരിശോധിച്ചപ്പോൾ ഡോറിൻ്റെ നെറ്റിലെ ദ്വാരം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അവരിൽ സംശയമുണ്ടാക്കി. തുടർന്ന് CCTV ക്യാമറ, മൊബൈൽ ലൊക്കേഷൻ ഡാറ്റ, കോൾ റെക്കോർഡ്സ് എല്ലാം ഒരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടി. ഇതൊരു അപകടമല്ല, കൊലപാതകമാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഇത്രയെല്ലാം ശ്രദ്ധിച്ചിട്ടും അമൃത ഒരു മണ്ടത്തരം കാണിച്ചു. തൻ്റെ ഫോൺ ക്രൈം സീനിൽ കൊണ്ടുവന്നു. CCTV ക്യാമറ വിഷ്വൽസിൽ കണ്ട പെൺകുട്ടി അമൃതയാണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് അത് സഹായിച്ചു. ശേഷം ഒക്ടോബർ 18-ന് അമൃതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇൻ്ററോഗേഷനിൽ അമൃത എല്ലാം കൺഫസ് ചെയ്യുന്നു. 5 ദിവസത്തിന് ശേഷം തുടർന്ന് ഒക്ടോബർ 21-ന് സുമിത്തിനെയും ഒക്ടോബർ 23-ന് സന്ദീപിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവർ രാംകേഷിൻ്റെ മുറിയിൽ നിന്നും എടുത്ത ഹാർഡ് ഡിസ്ക്, ട്രോളി ബാഗ്, 2 മൊബൈൽ ഫോൺ, അയാളുടെ ഒരു ഷർട്ട് എന്നിവ കണ്ടെത്തുന്നു. രാംകേഷിൻ്റെ ഹാർഡ് ഡിസ്ക് പോലീസ് ഫോറൻസിക്കലി എക്സാമിൻ ചെയ്യുന്നിടത്താണ് മറ്റൊരു ട്വിസ്റ്റ് ഒളിഞ്ഞു കിടക്കുന്നത്. തൻ്റെ മരണം മുന്നിൽ കണ്ടിട്ട് പോലും രാംകേഷ് എന്തുകൊണ്ട് ഹാർഡ് ഡിസ്ക് അവർക്ക് കൈമാറിയില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെയാണ് ഇരിക്കുന്നത്. ആ ഹാർഡ് ഡിസ്കിൽ നിന്നും പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അമൃതയുടെ മാത്രമല്ല, മറ്റ് 15 പെൺകുട്ടികളുടെ ഇൻറ്റിമേറ്റ് വീഡിയോസ് ആൻഡ് ഫോട്ടോസാണ് അതിലുണ്ടായിരുന്നത്. യെസ്, രാംകേഷ് ഒരു കുറ്റവാളിയായിരുന്നു. ഇത്തരത്തിൽ പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് സൂക്ഷിക്കുന്നതായിരുന്നു അയാളുടെ പാറ്റേൺ ഓഫ് ക്രൈം. ഹി വാസ് എ സീരിയൽ വയലറ്റർ. ഈ കേസിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.